ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ പച്ച നേന്ത്രക്കായ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ തൃശ്ശൂരൊക്കെ ഉപ്പേരി എന്ന് പറയും. അപ്പൊ സാധാരണ നമ്മള് കായ കൊണ്ട് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി, ഇത് കറക്റ്റ് വെള്ളം, കറക്റ്റ് ഉപ്പ്, ആ മുളക്, എണ്ണ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവില് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കൂടുതൽ കഴിക്കാൻ ഈ കായും ചോറും തൈരും കൂട്ടി. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇത് തീരെ അറിയാത്തവര് ഒരുപാട് പേരുണ്ട്, അവര് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതായത് ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രൈ ആയിട്ട് ആ ഒരു രസം വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളിവിടെ 2 നേന്ത്രക്കായ വെച്ചിട്ടാണ്, അത് പച്ച നേന്ത്രക്കായ ആവണം കേട്ടോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോ. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, തൊലി കളഞ്ഞെടുക്കുക. അപ്പൊ അതിനുള്ള ചെറിയ ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കയ്യിൽ കറ പറ്റാണ്ടിരിക്കാൻ കുറച്ച് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ആക്കിയിട്ട് ഇങ്ങനെ തേക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തരി കറ നമ്മുടെ കയ്യിൽ പറ്റില്ല. നമുക്ക് പീൽ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ ഇതുപോലെ 4 ഇതായിട്ട് അരിയാം കേട്ടോ. 4 ഒരു ഇതിനെ 4 എണ്ണാക്കിയിട്ട്, അങ്ങനെ ഞാൻ 4 എണ്ണാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ. അപ്പൊ മറ്റേ കായും കൂടി ഇതേപോലെ തന്നെ നമുക്ക് തൊലി കളഞ്ഞിട്ട് നുറുക്കിയെടുക്കാം. കായ നുറുക്കിയത് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇടാം കേട്ടോ. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ അങ്ങനെ കറുത്തു പോവില്ല. ഇനി ഇത് നമുക്കൊരു 2 പ്രാവശ്യം കഴുകിയെടുക്കാം. നമുക്ക് കുക്കറിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കറിനെ മൂടി വെച്ചിട്ട് 1 വിസിൽ അടുപ്പിക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സബോള ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. നല്ല ചെറുള്ളി തന്നെ ഉപയോഗിക്കണം. അപ്പൊ ചെറുള്ളി, വെളുത്തുള്ളി ഒക്കെ കുറച്ച് കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും മെഴുക്ക് പുരട്ടിക്ക്. അപ്പൊ ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളിയും 1 തുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഒരു വിസിലടിച്ചിട്ടുണ്ട്, ആവി പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണ്, ആ 1 ഗ്ലാസ്. അതായത് ഇതിന് വെള്ളം അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ വെള്ളം ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ വെറ്റിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാം. ഇനി നമ്മളൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പിടി കറിവേപ്പില. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടി നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി, അതുപോലെ ചില്ലി ഫ്ലേക്സ്. അപ്പൊ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുമ്പോൾ സ്പൈസിനെസ് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അളവിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കാം. ഇനി നമുക്ക് തീയെ കുറച്ചിട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ഇതിന്റെ ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ. ഇനി നമുക്ക് നമ്മുടെ കായ വെന്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റോളം ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ
നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രക്കായ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ്, പെർഫെക്റ്റ് അളവില് എണ്ണയും വെള്ളവും ഉപ്പും എല്ലാം കറക്റ്റ് പാകത്തിന് ഇതേപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വെന്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്താണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.